സത്യത്തിൽ ഞാൻ വല്ലാത്തൊരു കൺഫ്യൂഷനിലായിരുന്നു. ഒരുപാട് തവണ ഗാഥ തന്നെയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പരിചയപ്പെട്ട ഗാഥയ്ക്ക് അങ്ങനെയൊന്നും പെരുമാറാൻ അറിയില്ലായിരുന്നു. പഠിച്ചാൽ പോലും പറ്റില്ലായിരുന്നു. ഗാഥയ്ക്ക് സംഭവിച്ച ആക്സിഡന്റിന് ശേഷമാണ് ഗാഥ ഇങ്ങനെ മാറിയതെന്ന് ഞാനും എൻ്റെ കുടുംബം വിശ്വസിച്ചു. പക്ഷേ അതായിരുന്നില്ലല്ലോ യാഥാർത്ഥ്യം. എൻ്റെ വധു അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെയും മുന്നിൽ നല്ലവളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൃഷ്ണ മാത്രമാണ്. കൃഷ്ണ, ഗാഥയെ ഞാൻ കണ്ടു. വിവാഹം ആലോചിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഞാൻ അടുത്തതും അറിഞ്ഞതും കണ്ണുകൾ നോക്കി പ്രണയിച്ചതും തന്നെയല്ലേ? തന്റെ കഴുത്തല്ലേ ഞാൻ താലി കെട്ടിയത്. ഇക്കാര്യത്തിന്റെ പേരിൽ ഞാൻ ഒരാളുടെ അടുത്തും പ്രതികരിക്കുന്നില്ല, ബഹളം വയ്ക്കാനുമില്ല. കാരണം ആൾമാർ അടുത്തിലൂടെ സിത്താരമേളം എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയത് ഞാൻ ആഗ്രഹിച്ചൊരു പെണ്ണിനെ. കൃഷ്ണ, സാഹചര്യങ്ങള് നമുക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷേ ഇപ്പൊ ഞാനൊരു തീരുമാനം എടുക്കുക. എന്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയില് എന്നോടൊപ്പം ഈ കൃഷ്ണ മതി. അത് പണത്തിന്റെ കണക്കാണ്. പക്ഷേ നിനക്ക് മനസ്സ് നിറച്ച സ്നേഹമുണ്ട്. എല്ലാവരുടെ മാന്യമായിട്ട് പെരുമാറുന്ന നിനക്കറിയാം, ബഹുമാനിക്കാനറിയാം. അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. കളരിക്കൽ തറവാടിന് ഒരു യോജിച്ച മരുമകളുണ്ടെങ്കിൽ, നവീന് യോജിച്ചൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീയാണ് കൃഷ്ണ.